യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് കുഞ്ഞുമോളെന്നാണ്. ഞാൻ നെടുമണ്ണിയിൽ നിന്ന് വരുന്നു. ഞാൻ 3 ആഴ്ചയായതുള്ളൂ ഈ ഭവനത്തിലേക്ക് കടന്നു പോകാൻ തുടങ്ങിയിട്ട്. എനിക്ക് അതിഭയങ്കരമായ നെഞ്ചരിച്ചിലായിരുന്നു. ഒരാഹാരം പോലും കഴിക്കാൻ പാടില്ലാതെ വെറും കഞ്ഞി ഉപ്പ് ഒഴിച്ച് കഴിച്ച ദിവസം കൊണ്ട് നെഞ്ചരിച്ചിൽ. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഷുഗറും ഉണ്ടെന്ന് അറിഞ്ഞു. അത് കാരണം ഗോതമ്പ് കഞ്ഞി ചോറ് മാത്രം കഴിച്ചാണ് ഈ 9 മാസവും കഴിച്ചത്. കറിയൊന്നും കൂട്ടാനോ ഒന്നും ഒരു സാധനം പോലും വയലിലോട്ട് ചെല്ലാൻ ഒക്കത്തില്ല. അതുപോലെ നെഞ്ചരിച്ചിലായിരുന്നു. മരിയാഭവനിലേക്ക് കടന്നു വന്ന് 2ാമത്തെ ആഴ്ച സ്തുതിപ്പിന്റെ സമയത്ത് എനിക്ക് അത്ഭുതകരമായി ഒരു നെഞ്ചിന് വേദന ഉണ്ടാവുകയും അവൻ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്നേരം എനിക്ക് എൻ്റെ കർത്താവ് പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ നെഞ്ചരിച്ചിൽ മാറ്റിത്തരണമേ. ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, എൻ്റെ ഇഷ്ടം എന്നും നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നെഞ്ചരിച്ചിൽ മാറി. ഞാൻ വീട്ടിൽ ചെന്ന് ചോറൊക്കെ കഴിച്ച് സന്തോഷമായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന്. എന്നാലും ബുധനാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിപ്പോയി. വ്യാഴാഴ്ചയെന്ന് ആഹാരം കഴിക്കുകയെല്ലാം ചെയ്തു. എന്നിട്ടും ഞാൻ മരുന്ന് കഴിച്ചേക്കാം എന്നോർത്ത് ഞാൻ മരുന്ന് കഴിച്ചു. മരുന്ന് കഴിക്കാൻ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് പറയുന്നു, നീ കഴിക്കരുതെന്ന് തറപ്പിച്ച് പറയുകയുണ്ടായി. ഞാൻ മരുന്ന് കഴിച്ചില്ല. അതിന് എനിക്ക് സൗഖ്യം കിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇംഗ്ലീഷ് മരുന്നും ഒത്തിരിയും കഴിച്ചു, ആയുർവേദ മരുന്ന് കഴിച്ചു, ഹോമിയോ മരുന്ന്, എല്ലാ മരുന്നും കഴിച്ചിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ എനിക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി. ഈ നിമിഷം വരെ എനിക്കൊരു നെഞ്ചിരിച്ചിൽ എന്നാന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുമില്ല. എനിക്ക് ആഹാരം എല്ലാം കഴിക്കുവാൻ സാധിച്ചു. അതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന ആ ദിവസങ്ങൾ 2-3 ആഴ്ച മാത്രമേ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. വിശ്വാസത്തോടുള്ള വചന ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് തന്നെ സുഖപ്പെടുത്തുന്ന വിശ്വാസത്തോട് തൻ്റെ തന്നെ കരം നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ വിധത്തിലുള്ള നെഞ്ചരിച്ചിൽ എന്നേക്കുമായി മാറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ആ മകൾക്ക് നൽകിയതിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് കരമുയർത്തി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.